ബിഗ് ബോസ് എനിക്കൊട്ടും ഇഷ്ടമല്ല, ബഹളമയമാണ്, അരോചകമാണ് എന്നൊക്കെ മുൻപും ശാരിക അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാമിലൂടെ ശ്രദ്ധ നേടിയ ഇന്റർവ്യൂവർ ശാരിക ഇത്തവണ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയിട്ടുണ്ട്. ഷോയിൽ മത്സരാർത്ഥിയായി എത്തുന്നതിനു മുൻപ് ശാരിക ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ബിഗ് ബോസ് എനിക്കൊട്ടും ഇഷ്ടമല്ല, ബഹളമയമാണ് ആ ഷോ, അരോചകമാണ്, കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിൽ സമാധാനം തരാത്ത ഒരു ഷോയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്ന് ബിഗ് ബോസിനെ കുറിച്ച് ശാരിക സംസാരിക്കുന്ന പഴയ വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. അതേ ശാരിക തന്നെ ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞ വാക്കുകളും വിരുദ്ധമാണ്. ബിഗ് ബോസിൽ പ്രത്യക്ഷപ്പെടുക എന്നത് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്നാണ് ശാരിക പിന്നീട് പറഞ്ഞത്. ശാരികയുടെ ഈ ഇരട്ടത്താപ്പിനെയാണ് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത്. മുൻപ് അഖിൽ മാരാറും സമാനമായ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയുടെ റോസ്റ്റിംഗ് നേരിട്ടിരുന്നു. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് ലുലു മാളിൽ പോയി മുണ്ടുപൊക്കി കാണിക്കുന്നതെന്നായിരുന്നു അഖിലിൻ്റെ പരാമർശം. അതേ അഖിൽ പിന്നീട് ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തുകയും ആ സീസണിൽ വിജയിയായി മാറുകയും ചെയ്തു. ചില ചോദ്യങ്ങൾ അതിരുകടന്നു. വീട്ടിലെ പുരുഷന്മാരോടൊപ്പമുള്ള ഇടപഴക്കങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മറ്റൊരു തർക്കത്തിന് കാരണമായി. ബിഗ് ബോസ് 7ാം സീസണിൽ അരങ്ങേറിയ അതിനാടകീയ രംഗങ്ങൾ. ഇന്ന് നോമിനേഷൻ ദിവസമായിരുന്നു. ഈ സീസണിലെ 3ാമത്തെ നോമിനേഷൻ. പതിവ് പോലെ കൺഫെഷൻ റൂമിലേക്ക് ഓരോരുത്തരെയായി വിളിച്ചാണ് ബിഗ് ബോസ് നോമിനേഷൻ ആവശ്യപ്പെട്ടത്. ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ യോഗ്യരല്ലെന്ന് നിങ്ങൾ കരുതുന്ന 2 മത്സരാർത്ഥികളുടെ പേരുകൾ കാരണസഹിതം പറയാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് ഓരോ മത്സരാർത്ഥികൾ വീതം എത്തി അവർക്ക് അയോഗ്യരെന്ന് തോന്നിയവരുടെ പേരുകൾ കാരണസഹിതം വ്യക്തമാക്കി. ആദ്യം എത്തിയ ശാരികയുടെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്തത്. ഇതിനു പിന്നാലെയായിരുന്നു ശാരികയും സരികയും തമ്മിലുള്ള സംഭാഷണം. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ശാരിക സരിതയെ ഇന്റർവ്യൂ ചെയ്യാൻ തയ്യാറായി. ശാരികയുടെ വൈറൽ ഇന്റർവ്യൂകളിലേതുപോലെ ഹോട്ട് സീറ്റ് എന്ന് വിശേഷിപ്പിച്ച് സരിതയെ ക്ഷണിച്ചതായിരുന്നു ചോദ്യങ്ങൾ. എന്നാൽ ബിഗ് ബോസിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ചോദിക്കുന്നവ എന്നു പറഞ്ഞാണ് ശാരിക തുടങ്ങിയതെങ്കിലും ചില ചോദ്യങ്ങൾ അതിരുകടന്നു. വീട്ടിലെ പുരുഷന്മാരോടൊപ്പമുള്ള ഇടപഴക്കങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മറ്റൊരു തർക്കത്തിന് കാരണമായി. ശാരികയുടെ ചോദ്യങ്ങൾ സരിതയ്ക്ക് ഏറെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഇതോടെ മറ്റ് ടീം അംഗങ്ങളും ശാരികയ്ക്കെതിരെ തിരിഞ്ഞു. വ്യക്തിഹത്യയിലേക്ക് കടന്നുള്ള ചോദ്യങ്ങൾ അവരുടെ ജീവിതത്തെ മോശമായി ബാധിക്കില്ലേ എന്നായിരുന്നു പലരുടെയും ചോദ്യം. അപ്പാനി ശരത് അക്ബറുമാണ് ശക്തമായി ശാരികയ്ക്കെതിരെ രംഗത്തെത്തിയത്. ഇതോടെ സരികയ്ക്കരികിലേക്ക് ശാരിക എത്തി. താൻ ചെയ്തത് തെറ്റാണെന്നും അതൊരിക്കലും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും വിള്ളലുകൾക്ക് കാരണമാകണമെന്നും ഉദ്ദേശിച്ചതോടെ ആയിരുന്നില്ലെന്നും ശാരിക വ്യക്തമാക്കി. ക്യാമറയ്ക്ക് മുന്നിൽ പൊട്ടിക്കരങ്ങി സരികയും ഭർത്താവിനോടും ശാരിക മാപ്പ് ചോദിച്ചു.